എല്ലാ നിലയിലും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള പരിശോധനയിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും, നീക്കങ്ങളുണ്ടാവും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യം പരിക്കേറ്റവർക്ക് ചികിത്സ നല്ല രൂപത്തിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിച്ച് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുക. ഒപ്പം ഇതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തേണ്ടതായ ശാസ്ത്രീയമായ ചില പരിശോധനകളിലൂടെ നമുക്കറിയേണ്ട ചില കാര്യങ്ങൾ, അതെല്ലാം പരിശോധിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം പരിക്കേറ്റവർക്ക് ഈ എല്ലാ ശുശ്രൂഷയും നൽകി സംരക്ഷിക്കുന്ന പോലെ തന്നെ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ അതെല്ലാം ഭാവിയിൽ നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് ആലോചിച്ച് കൃത്യമായി അത്തരം കാര്യം. ഇപ്പം ഞങ്ങൾ ഈ ഇലക്ഷൻ രംഗത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഗവൺമെൻറ് ഇടപെടേണ്ട, ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളും ഒപ്പം ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തി ബോഡികൾ വിട്ടുകൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാത്തത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. നിശ്ചയമായി ഉണ്ടാകും. ആ കാര്യത്തിൽ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള തൊഴിലാളികളാണ്. പറഞ്ഞു കേട്ടിടത്തോളം 40ഓളം പേര് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് ഏതായാലും അത്രയും പേരെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അനന്തര നടപടികളെല്ലാം വളരെ ഭംഗിയായി കൃത്യമായി ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ഇതാണ് പറയാനുള്ളത്. എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ഉണ്ടാവും. അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ഗവൺമെൻറ് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പ്രഖ്യാപിക്കാൻ കാര്യങ്ങൾ നടക്കാനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. ജില്ലാ ഭരണകൂടവും പ്രാഥമികമായ ചെലവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ബാക്കി വശം കൂടി ഞങ്ങളിപ്പോൾ ദേവസ്വം സെക്രട്ടറിയുടെ ഇപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഉണ്ടാകും. ആ കാര്യങ്ങൾ ഒന്നും കുറവും വരാതെ ഈ നടന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനും ഒപ്പം സംഭവിച്ചു പോയത് നമുക്ക് കൃത്യമായി ഓരോന്നും പരിശോധിച്ച് ഇനി രക്ഷിക്കാൻ കഴിയുന്നവരെ മുഴുവൻ രക്ഷിക്കാനും മറ്റ് മൃതശരീരങ്ങൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കം ചെയ്യേണ്ട സങ്കേതങ്ങൾ എത്തിക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വേണ്ട ക്രമീകരണം ഉറപ്പാക്കാനും ഗവൺമെൻറ് ഉണ്ടാവും. നിശ്ചയമായും ഞാനിപ്പോൾ ഇന്ന് തൊട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഉണ്ടാവും, വേറെ പോകുന്നില്ല. പുറമെ ഇപ്പോൾ ഈ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോന്നിട്ടുണ്ട്. ബിന്ദു മിനിസ്റ്ററുണ്ട്, അതേപോലെ തന്നെ പുറകെ രാജീവ് മിനിസ്റ്റർ എത്തിയിട്ടില്ല. എന്തോ ഗ്യാസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ വിവിധ മന്ത്രിമാരിവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ആദ്യം തന്നെ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളോട് ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ